ഹലോ. അപ്പോൾ വെഡിങ് ഒക്കെ നല്ല അടിപൊളിയായി നടന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 1 ഡേ റെസ്റ്റ് എടുത്ത് നമ്മൾ വീണ്ടും ഷോപ്പിങ്ങിന് ഇറങ്ങി. പക്ഷേ ഇത്തവണ ഫുള്ള് ഫോക്കസ് ഫുഡിനായിരുന്നു കേട്ടോ. ആദ്യം തന്നെ പോയത് മിതു എന്നെ ഒരുപാട് തവണ പറഞ്ഞു കുതിപ്പിക്കാറുള്ള അംബിസാമയുടെ പായസം കുടിക്കാനാട്ടോ. ഒരുപാട് തവണ ഞങ്ങൾ ഇവിടുന്ന് കുടിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് വരുന്നത് ആദ്യമായിട്ടാണ്. പക്ഷേ പായസം ഒരു രക്ഷയില്ല കേട്ടോ. വേൾഡ്സ് ബെസ്റ്റ് പാലട പായസം തന്നെ പറയണം. അങ്ങനെ ഞങ്ങൾ പായസം കുടിച്ച് അവിടെ നിന്ന് നേരെ പോയത് കല്യാണിലേക്കാട്ടോ. റയാനുള്ള റിസപ്ഷനുള്ള ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് നേരം തിരയാതെ തന്നെ പെട്ടെന്ന് തന്നെ അവനുള്ള ഡ്രസ്സ് സെറ്റായപ്പോഴത്തേനും ഞങ്ങൾ പിന്നെ തൊട്ടടുത്തുള്ള ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു കേട്ടോ. ഈ റെസ്റ്റോറൻറ്റിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എൻ്റെ മിഥുനെയും കല്യാണ സമയത്ത് 2 പേരുടെ ഫാമിലിയും കൂടി വന്ന് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചത് എനിക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ട് കേട്ടോ. നമ്മൾ ക്ലോത്ത്സും അതേമാതിരി ജ്വല്ലറീസൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് ആ കോർണറിൽ കാണുന്ന ടേബിളിൽ നമ്മൾ ടേബിൾ ബുക്ക് ചെയ്ത് ഫുഡ് കഴിച്ചതും എല്ലാം എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. ചൈനീസ് ഫുഡ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് അല്ലെങ്കിലും മിഥുന് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് അതെല്ലാം കഴിച്ചിട്ട് പിന്നെ നേരെ പോയത് നമ്മുടെ ഗുരുവായൂരിലേക്കാട്ടോ. മിഥുൻ്റെ കുറേ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് സ്പോട്സ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പോയത് ഇക്കാൻ്റെ തട്ടുകട എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്താട്ടോ. ഞങ്ങൾ ചെന്ന സമയം മുതൽ എന്തോ ആൾക്കാരായിരുന്നു എന്നറിയാം അവിടെ വരുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഷോപ്പിൽ പോയിട്ട് ബൂസ്റ്റ് കുടിച്ചേ. പിന്നെ പോയത് അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള നമ്മുടെ ഈ ഒരു ഇഡ്ഡലി ഇല്ലത്തിലേക്കാണ്. അവിടുത്തെ ഇഡ്ഡലി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊരു ഇഡ്ഡലിയും കഴിക്കില്ല. അത്രയും ടേസ്റ്റുള്ളൊരു ഇഡ്ഡലി. അപ്പം നിങ്ങളിനി തൃശ്ശൂർ ഗുരുവായൂർ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഫുഡ് സ്പോട്സ് ആട്ടോ ഇതെല്ലാം. അപ്പോൾ ടാറ്റാ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.